സെർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ അവർ ലേഡി ഓഫ് ലൂർദ് ഷ്രൈനിൽ നടന്ന തിരുനാളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധസമയത്ത് ഗ്രാമീണർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ സംഗമം നടന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് പുറമെ മറ്റു മതസ്ഥരും ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. 1971 യുദ്ധസമയത്ത് പാകിസ്ഥാൻ സൈന്യം ഗ്രാമവാസികളെ കൂട്ടക്കൊല ചെയ്യാൻ ലക്ഷ്യമിട്ടിരുന്നതായും എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥയാൽ ഗ്രാമീണർ സുരക്ഷിതമായി രക്ഷപ്പെട്ടുവെന്നുമാണ് വിശ്വാസം. ഈ സംഭവത്തിന്റെ നന്ദി സൂചകമായാണ് എല്ലാ വർഷവും ഇവിടെ വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നത്. 2027 സൗത്ത് കൊറിയയുടെ തലസ്ഥാനമായ സിയോളിൽ നടക്കാനിരിക്കുന്ന ലോക യുവജന സംഗമത്തിന് മുന്നോടിയായുള്ള പ്രയാണത്തിന് തുടക്കമായി. ലോക യുവജന സംഗമത്തിന്റെ പ്രധാന ചിഹ്നങ്ങളായ കുരിശും മാതാവിന്റെ ചിത്രവും കൊറിയയിലെ 15 രൂപതകളിലൂടെയുള്ള തീർത്ഥാടന യാത്ര ആരംഭിച്ചു. ജനുവരി 21 വോഞ്ചു രൂപതയിൽ നിന്നാണ് ഈ പ്രയാണം ആരംഭിച്ചത്. 2027 ജൂണിൽ ഈ തിരുസ്വരൂപങ്ങൾ തിരികെ സോളിൽ എത്തിച്ചേരും. ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന തിരുവചനമാണ് 2027 സംഗമത്തിന്റെ ആപ്തവാക്യം. സൗത്ത് കൊറിയയിലെ ജനസംഖ്യയുടെ 11.3% വരുന്ന കത്തോലിക്ക സമൂഹം ഏറെ ആവേശത്തോടെയാണ് ഈ ആഗോള ക്രൈസ്തവ സംഗമത്തെ കാത്തിരിക്കുന്നത്. ഏപ്രിൽ 2 ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പോന്തിഫിക്കൽ ഹൗസ് ഹോൾഡ് പ്രിഫെക്ചർ പ്രസിദ്ധീകരിച്ച പേപ്പൽ ആരാധനാക്രമങ്ങളുടെ കലണ്ടറിലാണ് ഇത് സംബന്ധിച്ച പ്രസിദ്ധീകരണമുള്ളത്. 12 വർഷത്തിന് ശേഷമാണ് പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ വീണ്ടും ലാറ്ററൻ ബസിലിക്കയിൽ നടക്കുന്നത്. 2013 ചുമതല ഏറ്റെടുത്തതു മുതൽ ഫ്രാൻസിസ് പാപ്പ തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ മതവിഭാഗമായി കത്തോലിക്ക വിശ്വാസികൾ തുടരുന്നതായി പുതിയ പഠനങ്ങൾ. പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേയിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും ഭൂരിഭാഗം ആളുകളും ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അർജന്റീന, ബ്രസീൽ, ചിലി, കൊളംബിയ, മെക്സിക്കോ, പെറു എന്നീ രാജ്യങ്ങളിലെ മുതിർന്ന പൗരന്മാർക്കിടയിലാണ് ഈ പഠനം നടത്തിയത്. ലാറ്റിൻ അമേരിക്കയിലെ ജനജീവിതത്തിൽ മതം ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വർക്കേഴ്സ് ഓഫ് റിലീജിയന്റെ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന കർദിനാൾ കമ്മീഷനിലേക്ക് ലിയോ 14 മാർപ്പാപ്പ കർദിനാൾ ഏഞ്ചൽ ഫെർണാണ്ടസ് ആർട്ടിമിയെ നിയമിച്ചു. സമർപ്പിത ജീവിതത്തിനും അപ്പസ്തോലിക സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രോപ്രിഫെക്റ്റായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 1942 പയസ് 12 മാർപ്പാപ്പ സ്ഥാപിച്ച വത്തിക്കാൻ ബാങ്ക് സഭയുടെ ആഗോളതലത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് സാമ്പത്തിക ലാഭം വിനിയോഗിക്കുന്നത്. പരിശുദ്ധ സിംഹാസനം നേരിട്ട് നിയോഗിക്കുന്ന 5 കർദിനാൾമാരാണ് 5 വർഷം കാലാവധിയുള്ള ഈ കമ്മീഷനിൽ അംഗങ്ങളായിരിക്കുന്നത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.